മക്ബറകളിലും മഖാമുകളിലും ഒക്കെയുള്ള വലിയ ബഹുമാനങ്ങളും ബഹുമതികളും ആദരവുകളുമൊക്കെ. ആ ആദരവും ബഹുമാനവും ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം സ്ഥലങ്ങളിലേക്ക് ചെന്ന് അവിടെ ചെന്നുകൊണ്ട് അള്ളാഹുവിനോടാണ് ആര് ചെല്ലുമ്പോഴും പ്രാർത്ഥിക്കുന്നതൊക്കെ അള്ളാഹുവിനോടാണ്. അതിന് ഇജാബത്തിന് അർഹമായ സ്ഥലമായതുകൊണ്ട് അങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചതിന് ഒരുപാട് ധാരാളം തെളിവുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ പറയട്ടെ, മദീനയിൽ ചെന്നാൽ തിരു റൗലയുടെ ആ സലാം പറയുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയാൻ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് നോക്കിയാൽ, സലാം പറയാനുള്ള ആ ദ്വാരമുള്ള സ്ഥലത്തേക്ക് നോക്കിയാൽ രണ്ട് തൂണിലായിട്ട് നബി തങ്ങളെ വിളിച്ചുകൊണ്ട് യാ ഖൈറ മൻ ദുഫിനത്ത് ബിൽഖാഇ അഅ്ലുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ ലകമു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ റൗള ശരീഫിൽ വലിയ ബഹുമതികളുണ്ട്, അവിടുന്ന് ഒരുപാട് ഔദാര്യങ്ങൾ തരേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്ന ആശയമുള്ള ആ കാവ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് അവിടെ എഴുതിയിട്ട് ഒരുപാട് കാലമായി. എത്ര ഇമാമികൾ അവിടെ വന്നുപോയി, എത്ര വിശ്വാസികൾ അവിടെ വന്നുപോയി, ഇന്നും വായിച്ചിട്ടില്ല അവിടെ. അതുപോലെ തന്നെ ആ റൗളയുടെ ചുറ്റുഭാഗത്തും യാമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅത്തൻ മിൻ ഇസ്ബഅൈഹി ഫറവൽ ജൈശ ദൽ മദദി എന്ന് പറയുന്ന ആ നീണ്ട കാവ്യം നിങ്ങളൊക്കെ പോയി റൗളയൊന്ന് വലയം ചെയ്ത് നോക്കൂ. അവിടെ ഇന്നും എഴുതി വെച്ചതായിട്ട് കാണാം. ചിലതൊക്കെ കാലപ്പഴക്കം കൊണ്ട് മാഞ്ഞു പോകുന്നതായിട്ടും കാണാം. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്, സഹായം തേടുകയാണ്. അത് ഇന്നും ആ നബി തങ്ങളുടെ സലാം പറയുന്ന ഇടത്ത് രണ്ട് തൂണുമേലും നല്ല ഗോൾഡ് കളറിൽ എഴുതി വെച്ചത് കാണാം. അതുപോലെ ചുറ്റുഭാഗത്തും എഴുതി വെച്ചത് കാണാം. എല്ലാ വിശ്വാസികളും അവിടെ വന്നത് കാണുന്നുണ്ട്. ഒരാളും ഇത് അനാചാരമാണെന്ന് പറഞ്ഞ് മായ്ച്ചു കളഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മഖ്ബറകളിൽ ചെന്ന് ഇസ്തിഗാസ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തങ്ങളുടെ അടുക്കൽ തന്നെയല്ലേ. എന്തിനാണ് പിന്നെ അതൊക്കെ കണ്ണടിച്ച് ഇരുട്ടാക്കുന്ന ഒരു പ്രതീതി മാറ്റണം. അനാവശ്യമായി നീട്ടിയുള്ള മറുപടിയും കാര്യമായ മറുപടി നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ കുറെ ഇങ്ങനെ പറഞ്ഞു പോകാനല്ലാതെ ആർക്കൊക്കെ തിരിയാനാ? നീട്ടിയുള്ള ചോദ്യം വരുമ്പോൾ കുറച്ചെങ്കിലും നീട്ടേണ്ടി വരില്ലേ? അപ്പൊ അതൊന്നും വായിക്കേണ്ടതില്ല, ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു അക്ബർ, പഠിച്ചോൻ തന്നെ വലുത്, അതിന് ഉറപ്പിച്ചാൽ മതി. സി എം അല്ല അക്ബർ, അള്ളയാണ് അക്ബർ, അത് ഉറപ്പിച്ചാൽ മതി. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇപ്പൊ മൂപ്പത് ഈ എഴുതിയത് ഓൽക്കാർക്കും വിശ്വാസമില്ല എന്നാ, പിന്നെ ഞാൻ ആരെ വിശ്വസിപ്പിക്കാനത്? ഈ എഴുതിയത് ഓൽക്കൊന്നും വിശ്വാസമില്ല, ഇതിനും വിശ്വാസമില്ല, സംഘാടകർക്കും വിശ്വാസമില്ല, പിറ്റ് പൈസ ഉണ്ടാക്കാനാ? ഉസ്താദ് ഇങ്ങനെ ജയന്തി മഖ്ദൂമിൽ പാടല്ലോ, മസാല അബ്ദി ബിൻ നവാഫിൽ യഖറബു ഹത്താ അകൂന ലഹു യദം വൽ അർജുല വസംഉ മിൻഹു സുമ്മ ഐനം ബാസിറ ഐ മിസ്ലി ഹാദ റിബിദാക ഫഹർവല. എവിടെ ഉള്ളത്? അല്ലാഹ് കാണും പോലെ കാണുന്നു ഉണ്ടോ? അല്ലാഹ് കാണും പോലെ കാണുന്നുണ്ടോ? കേൾക്കുമ്പോൾ കേൾക്കുന്നുണ്ടോ? എന്തിനാ നിങ്ങൾ വെറുതെ ഇല്ലാത്ത ഇങ്ങനെ പറയണത്? ജയന്തി മഖ്ദൂമിൽ അലക്കിയാൽ പറഞ്ഞത്, പക്ഷെ അതിലുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ വെറുതെ ഇങ്ങനെ സമാധാനിക്കുക, ഇതൊക്കെ അതന്നെയാണ്. മഞ്ഞപ്പിത്തം പിടിച്ചാൽ എല്ലാം മഞ്ഞാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. യാ ഖൈറ മൻ ദുഫിനത്ത്, ഒരു കുഴപ്പമില്ല. ആ ഖൈറ മൻ ദുഫിനത്ത് ബിൽ ഖാഇ അൽമുഹു ഫതാബ മിൻ തിബിഹിൽ ഖാഉ വൽ അകമു നഫ്സി ഫിദാഉൻ ലിഖബറിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ആ രണ്ട് വൈത്തോടെ ഇരിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അതല്ലേ വായിക്കാത്തത്? അല്ലെങ്കിൽ എന്നോ വായിക്കൂലേ? ഇനി കുഴപ്പമുള്ള പറയണ്ട അവിടെ പച്ചക്കുപ്പ, അത് കുഴപ്പമുള്ളത് തന്നെയാണ്. അത് നബിക്ക് പരിചയമില്ല, സഹാബിക്ക് പരിചയമില്ല, താബിഈങ്ങൾക്ക് പരിചയമില്ല, ഷാഫി ഇമാമിന് പരിചയമില്ല, നാലി ഇമാമിന് പരിചയമില്ല, മുഹീദ്ദീൻ ശൈഖിന് പരിചയമില്ല, റിഫായി ശൈഖിന് പരിചയമില്ല, ഓൽക്ക് ആർക്കും പരിചയമില്ല. പിന്നെണ്ടായതാ ഈ എഴുത്ത് 1118 എഴുതിച്ചതാ. ഇപ്പറഞ്ഞ പാട്ടുകൾ പറഞ്ഞാൽ കുറെ ഇമാമിന് കഴിഞ്ഞു പോയിന്ന് ഇല്ല. 1118 ആ പദ്യം അവിടെ എഴുതി വെക്കുന്നത്. പക്ഷെ അതിൽ എന്തില്ല? ഇസ്തിഗാസയില്ല. അതിൽ ഇസ്തിഗാസയില്ല. അപ്പൊ നിങ്ങളെ വക അർത്ഥം വെക്കുമ്പൊക്കെ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ബൈത്ത് അത് നിങ്ങളെ വകയാണ്. അത് അവിടെ ഒക്കെ കുഴപ്പം അർത്ഥത്തിലാണ്, വാചകത്തിന് കുഴപ്പമില്ല. അപ്പൊ ആ വാചകത്തിൽ ഇസ്തിഗാസയില്ല. നബി അഭിസംബോധന ചെയ്യുന്നുണ്ട്, ആർക്കും തർക്കമില്ലല്ലോ. അത് നബിയെ മാത്രമാണോ? മാസം കണ്ട എന്താ ചൊല്ല? റബ്ബി വറബ്ബുക്കല്ലാഹ്, എന്റെയും നിന്റെയും റബ്ബ് അല്ലാഹു ആകുന്നു. ആഹാ, ചന്ദ്രനെ വിളിക്കേ, എന്നാ ചന്ദ്രേട്ട കാക്കനെ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഖിതാബ് കാണുമ്പോ, അഭിസംബോധന കാണുമ്പോഴേക്കും ഒക്കെ ഇസ്തിഗാസായി എന്ന് വിചാരിച്ചാൽ സംഗതി ബുദ്ധിമുട്ടാണ്. അഭിസംബോധനയുണ്ട്, തർക്കമില്ല. അത് നമുക്ക് ആർക്കും തർക്കമില്ല. അത് അവിടെ പോയി ഞങ്ങളൊക്കെ സലാം പറഞ്ഞ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നാ സലാം പറഞ്ഞത്, ആർക്കും തർക്കമില്ല. അതേസമയം നബിയെ എന്നെ സഹായിക്കണേ, നബിയെ എന്നെ കാക്കണേ, എന്റെ രോഗം മാറ്റണേ, എനിക്ക് സന്താനം നൽകണേ, എനിക്ക് ശിഫ നൽകണേ എന്ന ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ വായിക്കേണ്ടതാണ്, അതുണ്ടെങ്കിൽ വായിച്ചിട്ടുണ്ടാവും. അതിനപ്പുറത്തുള്ളതൊക്കെ ഇസ്തിഗാസ ഇല്ലാത്തതാണ്. പിന്നെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്, ശരിയാണ്, നബിന്റെ മഹത്വമുണ്ട്, ഹദീസിൽ വന്നതാണ്. നബിന്റെ കയ്യിൽ നിന്ന് വെള്ളം ഉത്ഭവിച്ചു, അതിൽ എഴുതിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹദീസിൽ വന്നതാണ്. ആർക്കാ തർക്കമുള്ളത്? അതൊന്നും തർക്കമില്ല ഉസ്താദേ. പിന്നെ തർക്കം എവിടെയാണ്? ഇത് വെച്ച് അവരോട് തേടാൻ ആര് പഠിപ്പിച്ചു? അതില്ല ഞാൻ പറഞ്ഞത്. അതിനാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഹദീസാണ് തെളിവെങ്കിൽ, ബുഖാരി ഇമാം ഉദ്ധരിച്ച ആ ഹദീസാണ് തെളിവെങ്കിൽ
ആ ഹദീസ് വിശദീകരിച്ച അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളിൽപ്പെട്ട ഏത് ഇമാമാണ് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം അള്ളാഹു കാണും പോലെ കാണുമെന്നാണ്, അള്ളാഹ് കേൾക്കും പോലെ കേൾക്കുമെന്നാണ്, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്നാണ് എന്ന് എഴുതി വെച്ചത്? അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. എത്രമാരുണ്ട്? നിങ്ങൾ ഒന്ന് വായിക്ക്, എത്രമാരുണ്ട്? അത് പെണ്ണ് പറയിപ്പോ, വീട്ടിൽ പോയിട്ടല്ല പറയേണ്ടത്. ഒന്നുങ്ങൾ വായിക്ക്. ഈ ഹദീസ് വിശദീകരിച്ച ഏതു പണ്ഡിതനാണ് ഈ ഹദീസിന്റെ അർത്ഥം അള്ളാഹു കാണും പോലെ ആ മഹാൻ കാണുമെന്നാണ്, അള്ളാഹു കേൾക്കും പോലെ മഹാൻ കേൾക്കുമെന്നാണ്, അള്ളാഹു പ്രവർത്തിക്കും പോലെ മഹാന്മാരും പ്രവർത്തിക്കുമെന്നാണ് എന്ന് ആരെഴുതി വെച്ചു? ഇലാ യൗമിൽ ഖിയാമ. നിങ്ങൾ എന്നല്ല, നമ്മളെല്ലാവരും കൂടിയാലും അത് കിട്ടൂല. അത് പിന്നെന്താണ് വാദം? അപ്പൊ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നിങ്ങൾ പൗതി മുജാഹിദായി അപ്പൊ തന്നെ. അപ്പൊ പിന്നെ എന്താണ് ജയന്തി മഹത്വം ഉദ്ധരിച്ചത്? അപ്പൊ ഏതായിരുന്നാലും ശരി, അവർക്ക് മഹത്വമുണ്ട്, സംശയമൊന്നുമില്ല. അത് ഇബ്നു തൈമിയ്യ നമ്മൾ നേരത്തെ വിശദമായി വായിച്ചല്ലോ, ഞങ്ങൾക്ക് പോകണ്ടല്ലോ. അപ്പൊ ഏതായിരുന്നാലും മഹത്വമുണ്ട്, തർക്കമില്ല. കറാമത്തുണ്ട്, തർക്കമില്ല. മുഴുജത്തുണ്ട്, തർക്കമില്ല. മരണശേഷവും കറാമത്തും മുഴുജത്തും നിലനിൽക്കുന്നു, പൊന്മളക്ക് മാത്രമേ തർക്കമുള്ളൂ എന്ന് ഔഷധാസനി പറയുന്നു. അപ്പൊ ഏതായിരുന്നാലും ശരി, അതിലൊന്നുമല്ല തർക്കം. അത് അടിസ്ഥാനമാക്കി അവരോട് തേടാൻ. ഞാൻ അതിനാണ് പറഞ്ഞത്, ആയിഷ ബീവി 48 കൊല്ലം അള്ളാന്റെ റസൂലിന്റെ ഖബർ ഉൾക്കൊള്ളുന്ന ആ വീട്ടിലാണ് താമസിച്ചത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, പക്ഷെ നബിയോട് തേടിയില്ല. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു നബിയുടെ ഭാര്യമാരുടെ ജീവിത ചെലവുകൾ സ്പോൺസർ ചെയ്തു. ആയിഷ ബീവി പറഞ്ഞില്ല, എനിക്കത് ആവശ്യമില്ല, ഈ പെട്ടിന് കിട്ടുന്ന പൈസ മതി എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവിടെ പെട്ടിയില്ല, അത് വരുമാനമായിട്ടില്ല, അവിടെ നേർച്ചയില്ല, അവിടെ ഇസ്തിഗാസയില്ല, ആ ഏർപ്പാടുണ്ടായിട്ടില്ല. സുദീഖുൽ അക്ബർ 2.5 കൊല്ലം മദീന കേന്ദ്രമാക്കി ഭരണം നടത്തി, പല പ്രശ്നങ്ങളുണ്ടായി, അവിടെ പോയി തേടിയിട്ടില്ല. ഉമർ ഖത്താബ് 10 കൊല്ലത്തോളം ഭരണം നടത്തി, അവിടെ പോയി തേടിയിട്ടില്ല. ശേഷം ഉസ്മാൻ അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബും റളിയല്ലാഹു അൻഹും അവരൊക്കെ ഭരണം നടത്തി, അവരാരും തേടിയിട്ടില്ല. 1,13,000 സ്വഹാബിമാർ നബി തങ്ങൾ വഫാത്താകുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, അവരാരും പോയി തേടിയിട്ടില്ല. മാത്രമല്ല അഹ്ലുസുന്ന ഇമാമിയങ്ങൾ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നില്ല. പിന്നെ അള്ളാഹ് കൊടുത്ത കഴിവ് തന്നെയാണ്, വേറെ സ്വന്തം കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് ശിർക്ക് ചെയ്യുന്ന എല്ലാ മനുഷ്യന്മാരും അത്രേ പറഞ്ഞുള്ളൂ. അബൂജഹൽ പറഞ്ഞെന്താ? ഞങ്ങൾ അബൂജഹലാക്കലുണ്ട്, അങ്ങനെ വിചാരിക്കരുത്. അബൂജഹൽ പറഞ്ഞതെന്താ? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക്. തവാഫ് ചെയ്യുമ്പോൾ പറയാം, തവാഫ് ചെയ്യുമ്പോൾ മക്കത്തെ മുസ്ലിമീങ്ങൾ പറയാ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു കൊണ്ടുവരുന്നു. ലബ്ബൈക, നിനക്ക് ഉത്തരം ചെയ്യുന്നു. ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരുമില്ല റബ്ബേ. നബി പറയും, അപ്പോ വൈലക്കും ഖദിൻ ഖദിൻ, അവിടെ നിർത്തിക്കോ, ബാക്കി പറയല്ല എന്ന് പറയും. പക്ഷെ അവർ പറയുന്നു ബാക്കി. അതെന്താ? ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരനൊഴികെ. ഹുവ ലക, അവൻ നിനക്കുള്ളതാണ്. തംലിക്കുഹു, നീ അവനെ ഉടമപ്പെടുത്തുന്നു. വമാ മലക, അവന് സ്വന്തമായി യാതൊന്നുമില്ല, നീ കൊടുത്ത കഴിവേയുള്ളൂ. അല്ലെങ്കിൽ തംലിക്കുഹു, നീ അയാളെ ഉടമപ്പെടുത്തുന്നു. വമാ മലക, അയാൾ ഉടമപ്പെടുത്തിയതിനെയും നീ ഉടമപ്പെടുത്തുന്നു. അത്ഫായി വെച്ചാൽ അപ്പോൾ ആ പങ്കുകാരന് ഒരു കഴിവും സ്വന്തമായിട്ടുള്ള റബ്ബേ നീ കൊടുത്ത കഴിവേ അയാൾക്കുള്ളൂ, അത്തരം പങ്കുകാരേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവരെ പറ്റി നമ്മൾ മുസ്ലിക്കുന്നു പറഞ്ഞു. അതേ പണി നമുക്ക് ചെയ്യാൻ പറ്റൂ ഉസ്താദേ? അത് ശരിയല്ലല്ലോ. ലോകത്ത് ശിർക്ക് ചെയ്യുന്ന ആരോടും ചോദിച്ചു നോക്കി. ഗുരുവായി പോയി പ്രാർത്ഥിക്കാൻ നമ്മളെ അയൽവാസികളായ ഏതെങ്കിലും ഒരു ബാലേട്ടൻ ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കി, എന്താ ബാലേട്ടങ്ങളെ വിശ്വാസം? ബാലേട്ടൻ പറ, ഗുരുവായൂരപ്പനാണ് മാപ്പിളെ ആകാശം പടച്ചത്, അവരാണ് ഭൂമി പടച്ചത്, അവരാ മഴ പെയ്യിപ്പിക്കുന്നത്, അവരാ സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്നത്, ഗുരുവായൂരപ്പൻ ഇല്ലെങ്കിൽ സൂര്യൻ ഉണ്ടാവില്ല എന്ന് അയാൾ പറയോ? ഇല്ലല്ലോ. പിന്നെ എന്താ പറയാ? അവരൊക്കെ വലിയ വലിയ അവതാരങ്ങളാണ്, പുണ്യപുരുഷന്മാരാണ്. നമ്മൾ അവിടെ പോയി പറയാ എന്നാ നമ്മളുള്ള ഒന്നായി എന്ന് പറയേണ്ടി വരൂലേ? അപ്പൊ അത് ശരിയല്ല എന്നാ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പറഞ്ഞുകൂടാ, അത് പറയാവതല്ല. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പഠിക്കാം. നമ്മൾ ഈ വേദിക്കപ്പുറത്ത് ആത്മാർത്ഥമായി പഠിക്കുക ഈ വിഷയത്തെ പറ്റി. ഞാൻ നേരത്തെ മറ്റേ നോടനെ പറഞ്ഞു, ഈ കാണുന്ന എല്ലാ ഇബാദത്തും അസ്ലി കിതാബുകളൊന്ന് വായിക്കി. ഈ എല്ലാ ഇബാദത്തും അസ്ലി കിതാബ് എടുക്കുക, അതൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ മനസ്സിലാവും ഇത് ബല് പറഞ്ഞ പോലെ ഒന്നും അല്ല എന്നവിടുന്ന് ബോധ്യപ്പെടും എന്നാണ് ഈ വൈകിയ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്.